الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. من الرجال صدقوا ما أعدوا الله عليه فمنهم من قضى نحبا ومنهم من ينتظر وما بدلوا تبديلا. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മലിക്കുൽ ജബ്ബാറായ ഗഫൂർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചും പകർത്തിയും പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോട് കൂടിയൊരു ജീവിതം നയിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് മുത്തഖീങ്ങളായ മുവഹിദുകളായ ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറെ അനുഗ്രഹങ്ങളും നിഅമത്തുകളും ലഭിച്ച ആളുകളാണ് നമ്മുടെ മുൻഗാമികളായ
സ്വഹാബ കിറാം. ആ സ്വഹാബ കിറാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീനുൽ ഇസ്ലാമിലുള്ള സ്ഥാനവും മഹത്വവും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുള്ള ദറജയുമൊക്കെ പരിശുദ്ധ ഖുർആനും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, സഹാബി എന്ന് പറയുന്നത് മൻ ലഖിയൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ട ആളുകളാണ്. മുഅ്മിനൻ ബിഹി, അല്ലാഹുവിൻ്റെ ഹബീബിൽ വിശ്വസിച്ച ആളുകളാണ്. വമാത അലൽ ഇസ്ലാം, മുസ്ലിമായി ഇസ്ലാം ദീനായി മരിക്കുകയും ചെയ്ത ആളുകളാണ്. ആ സ്വഹാബ കിറാം അവർ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാം ദീനിനു വേണ്ടി, കലിമത്ത് തൗഹീദിനു വേണ്ടി സഹിച്ചവരാണ്, ക്ഷമിച്ചവരാണ്. അവരുടെ ത്യാഗം കൊണ്ടും അവരുടെ പ്രയാസം കൊണ്ടും വിഷമം കൊണ്ടും, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ നമുക്ക് ദീൻ എത്തിച്ചത് തന്നെ അങ്ങനെയാണ്. നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, സത്യസന്ധരായ, ആത്മാർത്ഥതയുള്ള, ഈമാനുള്ള, ഇഖ്ലാസുള്ള, തവക്കുലുള്ള ആ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് നിലക്കും പിന്തുണക്കാനും സഹായിക്കാനും സജ്ജരായ, സന്നദ്ധരായ ആ സ്വഹാബ കിറാം, അതിനുവേണ്ടി ദീനുൽ ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യാഗവും എന്ത് പ്രയാസവും സഹിക്കുന്നു. അവർ മനസ്സിലാക്കിയ സത്യം കലിമത്ത് തൗഹീദ്, ആ കലിമത്ത് തൗഹീദ് അനുസരിച്ച് എന്ത് വില കൊടുത്തും എന്തും അവർക്ക് നഷ്ടപ്പെട്ടാലും എന്ത് കഷ്ടപ്പാട് അവർ സഹിച്ചാലും അതിനെ കൈവിടാതെ സൂക്ഷിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ഉപമയും ഉദാഹരണവും ഒക്കെ വമസലഹും ഫിൽ ഇൻജീൽ കസറഇൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇൻജീലിൽ അവരുടെ ഉപമ ഒരു നല്ല വിള പോലെയാണ്. എത്രമാത്രമാണ് ആ വിള, അതിൻ്റെ ഫലങ്ങളും കായ്ക്കനികളും ഒക്കെ അത് ഉണ്ടാക്കുകയും അത് അത്രമാത്രം ദൃഢമൂലമായി നിലനിൽക്കുന്ന ഒന്നുപോലെയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പരിചയപ്പെടുത്തി തന്നത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നത്, അവരെന്ത് ത്യാഗവും എന്ത് പ്രയാസവും സഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി എന്ത് വിഷമവും പ്രയാസവും സഹിച്ച് ഉറച്ചു നിന്ന ആളുകളാണ്. അല്ലാഹു തആല പറയുന്നത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയ വ ഫിൽ ആഖിറ, ഇഹത്തിലും പരത്തിലും ആ കലിമത്ത് തൗഹീദ് അനുസരിച്ച് അതിനുവേണ്ടി ത്യാഗം സഹിച്ചവരാണ്, വിഷമം സഹിച്ചവരാണ്. ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഈ കലിമത്ത് തൗഹീദിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിനെല്ലാം വേണ്ടി എന്ത് ത്യാഗവും എന്ത് പ്രയാസവും ഒക്കെ സഹിച്ച ആളുകളാണ് സ്വഹാബ കിറാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ തണലിൽ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കുന്ന സമയത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് അതാ മഹാനായ ഖബ്ബാബുൽ അർത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കടന്നു വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെടുകയാണ്, റസൂലേ, എന്റെ യജമാനൻ ഇതാ എന്നെ ഇരുമ്പിന്റെ ദണ്ടുകൾ ചൂടാക്കി എന്റെ മർമ്മഭാഗത്ത്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും എന്റെ പുറം ഭാഗങ്ങളിലൊക്കെ വലിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി എന്നെ വേദനിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. പ്രവാചകരെ, ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയില്ലേ? അലാ തദ്ഉ ലനാ അലാ തൻതസിറു ലനാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ,
എത്ര കാലമായി ഇതൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട് നബിയെ, ഇത് ഞങ്ങൾക്കൊരു മോചനമില്ലേ എന്ന് അത്രത്തോളം അവർ പറഞ്ഞപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സ്വഹാബത്തിന് കൊടുത്ത മറുപടി, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ ഇതിനേക്കാളും ത്യാഗവും പ്രയാസവും സഹിച്ച ആളുകളാ. മുമ്പുണ്ടായിരുന്ന അമ്പിയാക്കളെയും അവരുടെ അനുയായികളെയും ഒക്കെ കുഴിയിൽ ഇറക്കി നിർത്തി ഈർച്ചവാള് കൊണ്ട് മൂർധാവ് രണ്ടായി ഛേദിച്ച് പിളർത്തപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂർച്ചയുള്ള മൂർത്ത ചീർപ്പുകൾ കൊണ്ട് അവരുടെ ശരീരത്തിലൂടെ വാർന്ന് അവരുടെ തലയിലൂടെ ആ ചീർപ്പ് കൊണ്ട് വാർന്ന് രക്തവും മാംസവും എല്ലാം തന്നെ മജ്ജയും ഒക്കെ വലിച്ചു താഴെയിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവരവരുടെ ദീനിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം ആയത്തിറക്കുകയാണ്, അഹസിബൻ നാസു അയ്യത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിക്കുകയാണോ ഞങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയാസവും ഒരു പരീക്ഷണവും ദീനിന്റെ മാർഗത്തിൽ വരാതെ അവരെ വിട്ടേക്കുമെന്ന് അവർ വിചാരിക്കുകയാണോ? വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുണ്ടായിരുന്ന ആളുകളെ ഇതിനേക്കാളും പരീക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയാ, ഇത്രേക്കാൾ വലിയ പരീക്ഷണങ്ങൾ, ഈ പരീക്ഷണങ്ങളിലൊക്കെ സ്വഹാബത്ത് ഉറച്ചു നിന്ന ആളുകൾ. എന്ത് ത്യാഗത്തിനും. യാസിർ റളിയല്ലാഹുവിന്റെ കുടുംബം, അമ്മാർ റളിയല്ലാഹുവിന്റെ ചരിത്രം, സുമയ്യ റളിയല്ലാഹുവിന്റെ ചരിത്രം, അതൊക്കെ അറിയുന്ന ആളുകളാ. ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അവരൊക്കെ ഒരുപാട് ത്യാഗവും പ്രയാസവും ഒക്കെ സഹിച്ച ആളുകളാ. പ്രവാചകൻ പോലും ആ മർദ്ദനങ്ങളും പീഡനങ്ങളും കണ്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കിയിട്ട് ക്ഷമിക്കൂ, നിങ്ങൾക്കുള്ളതാണ് സ്വർഗം. അത്രയും ത്യാഗം സഹിച്ച ആളുകളാ. ഒരു നിലക്കും അവർക്ക് പിടിച്ച് അത്ര എന്ത് ത്യാഗമുണ്ടെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വേണ്ടി എന്ന് സഹിക്കാൻ തയ്യാറായി. അവരുടെ ചരിത്രം നമ്മളോട് ആലോചിക്കാനും ചിന്തിക്കാനും പറഞ്ഞിട്ടാ അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. കുറച്ചൊക്കെ നമസ്കരിച്ചും നോമ്പെടുത്തും ഹജ്ജ് ചെയ്തും കുറച്ചൊക്കെ ദാനധർമ്മങ്ങളൊക്കെ നിർവഹിച്ചും അല്ലാഹുവിന്റെ മാർഗത്തിൽ കുറച്ചൊക്കെ കൊടുത്തും ഒക്കെ വിചാരിച്ച് സ്വർഗം ഉറപ്പാണെന്ന് വിചാരിച്ച് നിൽക്കുന്ന നമ്മളോട് അല്ലാഹുവിന്റെ ചോദ്യം, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് അല്ലേ? അങ്ങനെ വിചാരം നിങ്ങൾക്കുണ്ട് അല്ലേ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സ്വഹാബാക്കൾക്ക് വന്നിട്ടുള്ള ത്യാഗവും പ്രയാസവും ദുരിതവും ദുഃഖവും വിഷമവും ഒക്കെ അത് നിങ്ങൾക്ക് വരാതെ, മസ്സതഹുമുൽ ബഅസാഉ വലറാ, ദുരിതവും കട്ടപ്പാടുകളും അവർക്ക് വന്നു. അവർ അബീ ത്വാലിബിൽ കുന്നിൻ ചെരുവിൽ റസൂലുള്ളാഹിയും സഹാബാക്കളും ഭക്ഷണം കൊടുക്കാൻ അവരെ ബഹിഷ്കരിച്ചുകൊണ്ട്, അല്ലെ പച്ചവെള്ളവും പച്ചിലയും തിന്ന് അത്ര കഷ്ടപ്പെട്ട ചരിത്രമുണ്ട്. മസ്സതഹുമുൽ ബഅസാഉ വലറാ വസുൽസിലു, അവർ അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവർ വിറക്കപ്പെട്ടു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, അല്ലാഹുവിന്റെ റസൂലും റസൂലിന്റെ കൂടെയുള്ള വിശ്വാസികളും പറഞ്ഞുപോയി, മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാ? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം സമീപത്താണ്. ഇത്രയും അധികം ത്യാഗം ചെയ്ത ആളുകളാണ് സ്വഹാബാ കിറാം. ഈ സ്വഹാബാ കിറാമിനെ നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളെ അവരുടെ മാർഗത്തിൽ ആകുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്, അവരുടെ മാർഗത്തിൽ എത്തിപ്പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. വിശ്വാസികളെ അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു അവരുടെ ഉത്തമമായ ഗുണങ്ങളും അവരുടെ സവിശേഷതകളും. മഹാന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾക്ക് വിശദീകരണമായിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, തീർച്ചയായും അല്ലാഹു തആല അടിമകളുടെ ഹൃദയങ്ങളെ ഒക്കെ ഒരു നോട്ടം നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അടിമകളുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധമായ ഹൃദയം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയമായിരുന്നു. എന്നിട്ട് ഫസ്തഫനാഹു, നാം അദ്ദേഹത്തെ ലിനഫ്സി, അല്ലാഹു തആല അല്ലാഹുവിന് വേണ്ടി ദീനിന് വേണ്ടി തെരഞ്ഞെടുത്തു. വബ്തഅഹു ബിരിസാലത്തി, അല്ലാഹുവിന്റെ റിസാലത്തുമായി അയച്ചു. ثم نظر في قلوب العباد بعد قلب محمد, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കൽബിന് പരിശുദ്ധമായ ഹൃദയത്തെ, ഹൈറായ ഹൃദയത്തെ കണ്ടതിന് ശേഷം അള്ളാഹു വീണ്ടും ഒരു നോട്ടം നോക്കി. പിന്നീട് ഏറ്റവും അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹൃദയമുള്ള ആളുകൾ സ്വഹാബാക്കളാണ്. അത്രയും പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാ വിശ്വാസികളെ. അതേ രൂപത്തിൽ തന്നെ അവരല്ലാഹു തആലയാക്കി നബിയുടെ അനുചരന്മാര് സഹായികളാക്കി, യുഖാതിലൂന അലാ ദീനി, ദീനിനു വേണ്ടി പോരാടുന്ന ആളുകളാക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെ എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. ഇത്രയധികം ത്യാഗം സഹിച്ച ആളുകളാണ്. എന്ത് വിഷമങ്ങളും ത്യാഗങ്ങളും പ്രയാസങ്ങളും ദീനിന്റെ പേരിൽ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പറഞ്ഞു. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് അവർ ആട്ടി പുറത്താക്കപ്പെട്ടവരാ. വഅംവാലിഹിം, അവരുടെ സമ്പത്തുകളിൽ നിന്ന്, അവരുടെ ബിസിനസ്സുകളിൽ നിന്ന്, അവരുടെ അധ്വാനത്തിന്റെ ഫലങ്ങളിൽ നിന്ന്, യബ്തഗൂന ഫളലൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യം അവർ ആഗ്രഹിച്ചവരാ. വരിളുവാനൻ, അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ച ആളുകളാ സ്വഹാബാക്കൾ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്ത ആളുകളാ സ്വഹാബാക്കള്. അവരാണ് സത്യസന്ധന്മാർ. അതാ നമ്മൾ മനസ്സിലാക്കുക, സത്യസന്ധന്മാരായ ആളുകൾ സ്വഹാബാക്കൾ. എവിടെയും തന്നെ അവർ ഒരു നിലക്കും അവരുടെ ഈമാനിന് കോട്ടം പറ്റിയില്ല. അവർ ആദർശത്തിന്റെ എതിരെ, അവർ ഈ ദീനുൽ ഇസ്ലാമിനെതിരെ, റസൂലുള്ളാഹിക്കെതിരെ ആര് വന്നാലും, അവർ എത്ര അടുത്തവരായാലും, അവർ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, അവരുമായി യാതൊരു നിലക്കും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ല എന്നാണ് ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത്. ലാ തജിദു ഖൗമ, ഒരു വിഭാഗം ജനങ്ങളെ നിനക്ക് കാണാൻ കഴിയുകയില്ല. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ. യുവാദൂന മൻ ഹാദല്ലാഹ വറസൂല, അല്ലാഹുവിനോടും റസൂലിനോടും എതിരായി നിൽക്കുന്ന ആളുകളുമായി അവർ വല്ലാത്ത സ്നേഹബന്ധം പുലർത്തുന്നവരല്ല. വലൗ കാനൂ ആബാഉഹും, അവരുടെ പിതാക്കളായാൽ പോലും, ഔ അബ്നാഉഹും, അവരുടെ മക്കളായാൽ പോലും, ഔ ഇഖ്വാനുഹും, അവരുടെ സഹോദരങ്ങളായാൽ പോലും, ഔ അശീറത്തുഹും, അവരുടെ അടുത്ത ബന്ധുക്കളായാൽ പോലും. എന്തുകൊണ്ടാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്? ഇന്ന് തൗഹീദ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ, ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ മഹല്ല് ഒറ്റപ്പെടുത്തിയാൽ, കുടുംബം കുറ്റപ്പെടുത്തിയാൽ, നാട്ടുകാരെല്ലാവരും തന്നെ ബഹിഷ്കരിച്ചാൽ പരിതപിക്കുന്ന, പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലേ? നോക്കൂ നിങ്ങൾ, ഈ സ്വഹാബാക്കൾ അല്ലാഹു അവരുടെ മനസ്സുകളിൽ വിശ്വാസം രേഖപ്പെടുത്തി, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചൈതന്യം അവർക്ക് നൽകി ശക്തിപ്പെടുത്തി, അരുവികൾ ഒഴുകുന്ന താഴ്ഭാഗത്തും അരുവികൾ സ്വർഗ്ഗത്തോപ്പുകളിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. നിത്യവാസികളായിരിക്കും അവർ അതിൽ. അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി കക്ഷി. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ കക്ഷികൾ, പാർട്ടികൾ അവർ വിജയിക്കുക തന്നെ ചെയ്യും. ഇല്ലേ? ഇന്ന് പല പാർട്ടികൾക്കും വേണ്ടി, പല ആളുകൾക്കും വേണ്ടി കൊടി പിടിക്കാനും അതിനുവേണ്ടി മുന്നിൽ നടക്കാനും അടിവാങ്ങാനും ഒരു മടിയുമില്ലാത്ത മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ, അല്ലെ? പല റീൽസിന്റെ താരങ്ങൾക്ക് വേണ്ടിയും, ബ്ലോഗർമാർക്ക് വേണ്ടിയും, സിനിമാ താരങ്ങൾക്കും ഫുട്ബോൾ താരങ്ങൾക്കും, ചില മറ്റുള്ള പല മതങ്ങളെ നിഷേധിക്കുന്ന ലിബറലുകൾക്ക് വേണ്ടി വാദിക്കാനും ലൈക്കടിക്കാനും സപ്പോർട്ട് ചെയ്യാനും എക്സ് മുസ്ലിമീങ്ങളുടെ കാലഘട്ടം. വിശ്വാസികളെ മനസ്സിലാക്കണ, അലാ ഇന്ന ഹിസ്ബല്ലാഹ്, അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പാർട്ടിയെ, കക്ഷിയെ വിജയിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, സ്വഹാബാക്കൾ അല്ലാഹുവിനെ റസൂലിനെയും സ്നേഹിച്ച അത്തരത്തിലുള്ള ആളുകളാണ്. അവരുടെ ചരിത്രം വിശ്വാസികളെ നാം മനസ്സിലാക്കണം. അതേ രൂപത്തിൽ തന്നെ അവരെ പറ്റി പറയുമ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെയും മുഹാജിരീങ്ങളെയും പ്രത്യേകമായി എടുത്തു പറഞ്ഞു, അല്ലെ? അവരെ കുറിച്ചുള്ള ചരിത്ര പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. എല്ലാം നഷ്ടപ്പെട്ട്, വീടുകളെല്ലാം ഒഴിവാക്കി, ബന്ധുക്കളെയും അതുപോലെ സമ്പത്തും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്വഹീബ് റൂമിയെ പോലുള്ള ആളുകൾ
ജീവിതത്തിന്റെ എല്ലാ അധ്വാനകാലം, അവരുടെ വിയർപ്പ് തുള്ളികളുടെ ഫലം ഒക്കെ ഒഴിവാക്കി ഹിജ്റ പോയ ചരിത്രം നമ്മൾ കേട്ടവരാ. ആ ആളുകൾ പോലും നോക്കൂ നിങ്ങൾ, എത്ര മാത്രം ത്യാഗം ചെയ്തു. എന്നിട്ട് ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആളുകളെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായ അൻസാറുകൾ. ആ അൻസാറുകളെയും സഹാബത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം. അതെ, ഈമാനും ഭവനങ്ങളും തയ്യാറാക്കി വെച്ച ആളുകൾ മിൻ ഖബ്ലിഹിം, അവർക്കും യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ പോയ ആളുകളെ സ്നേഹിക്കുന്ന ആളുകൾ. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, അവരുടെ മനസ്സുകളിൽ ഒന്നും തന്നെ ഒരു ആവശ്യവും തന്നെ പ്രയാസവും തന്നെ ഇല്ല. മിമ്മ ഊതു, അവർ മുഹാജിരീങ്ങൾക്ക് നൽകിയതിൽ. വയുതിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ, അവർ തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും ദാരിദ്ര്യമുണ്ടെങ്കിലും മറ്റുള്ള ആളുകളുടെ മുഹാജിരീങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് പ്രാധാന്യം കൊടുത്ത് അവർക്ക് നൽകുന്ന ആളുകളാ സ്വഹാബാക്കൾ. നമ്മൾ ആലോചിക്കുക വിശ്വാസികളെ, നമ്മളൊന്ന് പഠിക്കണ്ടേ. ഇന്ന് ഒരേ സഫിൽ നിസ്കരിക്കുന്ന ആളുകൾ അല്ലെ, ഒരേ മഹല്ലത്തിലുള്ള ആളുകൾ, ഒരേ ദീനിന്റെ ആളുകൾ, ഒരേ ആദർശത്തിന്റെ ആളുകൾ തമ്മിൽ മിണ്ടുന്നില്ല, ഒരു പുഞ്ചിരിക്കുക പോലും ചെയ്യുന്നില്ല. സ്വഫുകൾ അടുത്തിരുന്നാൽ പോലും മനസ്സെടുക്കുന്നില്ല. അല്ലെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവരെ കണ്ടാൽ അവരെ കണ്ടാൽ ഐക്യപ്പെട്ട് നിൽക്കുന്നവരാ തോന്നും, പക്ഷേ അവരുടെ മനസ്സുകൾ ഭിന്നിപ്പുകളാ. മുസ്ലിം പാർട്ടികൾ കക്ഷിത്വത്തിന്റെ പേരിൽ പല കാര്യങ്ങളുടെ പേരിലും ഭിന്നിച്ച് വേറിട്ട് നിൽക്കുന്ന ആളുകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക വിശ്വാസികളെ, പലതിന്റെയും പല മസലകളുടെയും പല അഭിപ്രായ വ്യത്യാസത്തിന്റെയും പേരിൽ സ്വഹാബത്തിനെ നമ്മൾ മനസ്സിലാക്കണ്ടേ. സ്വഹാബാ കിറാം എന്തഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആ അഭിപ്രായത്തോട് വിയോജിക്കുന്ന ആളുകളുമായി സ്നേഹത്തിലും സാഹോദര്യത്തിലുമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, ജമൽ യുദ്ധത്തിന്റെ സമയത്ത് നമുക്കറിയാം, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വേറെ ഒരു പക്ഷത്തായിരുന്നു. അതേ രൂപത്തിൽ തന്നെ സഅദ് ഇബ്നു മുആദ് അതുപോലെ തന്നെ സ്വഹാബികളിൽപ്പെട്ട പല പ്രഗത്ഭരായ പല ആളുകളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിലുള്ള വേറെ വിഭാഗം ആളുകൾ ജമൽ യുദ്ധത്തിൽ വേറെ പക്ഷങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഇവർ പല ചേരികളിലും പല പാർട്ടികളിലും ഒക്കെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉണ്ടായിട്ടും അവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയും ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അവിടെ മറ്റു സ്വഹാബികൾ തളർന്നു കിടന്നാൽ, രോഗമായി കിടന്നാൽ പരസ്പരം സന്ദർശിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ അവരുടെ മയ്യത്ത് ജനാസ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്ന അവസ്ഥ, അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. വിശ്വാസികളെ, ഇന്ന് ചില പ്രശ്നങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹാബത്ത് അങ്ങനെയല്ല. അവരിലേക്ക് വന്ന ആളുകളെ വളരെ സ്നേഹത്തോടുകൂടി അവർ സ്വീകരിക്കുകയും അവരുമായി ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് സ്വഹാബത്തിന്റെ മാതൃകയിൽ നിന്ന് വിശ്വാസികളായ നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. അത്രയും ഏതൊരു കാര്യം മറ്റുള്ളവരെ സഹായിക്കാൻ, ഇന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ ശരിയാ, എന്ത് വേണം, പത്രത്തിൽ ഒരു ഫോട്ടോ വേണം, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അത് വൈറലാക്കണം, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടണം. എന്നാൽ ആ സഹായിച്ചതിന്റെ കുറെ ലൈക്ക് കിട്ടിയാൽ വീണ്ടും സഹായം കൊടുക്കാൻ തയ്യാറാണ്. അൻസാരികളെ നോക്കിയില്ലല്ലോ. എർമൂക്കിന്റെ രണാങ്കണത്തിൽ വെട്ടേറ്റ് കിടക്കുന്ന തന്റെ സഹോദരന്റെ അടുക്കലേക്ക് ഒരു കോപ്പ വെള്ളവുമായി പാഞ്ഞെടുക്കുന്ന തന്റെ ബന്ധുവിനോട് പറയുകയാ, ഇത് വെള്ളം കൊടുത്തപ്പോ അപ്പുറത്ത് വാവിട്ട് കരയുന്ന തന്റെ സഹോദരൻ അപ്പുറത്ത് വെട്ടേറ്റ് കൊണ്ട് വാവിട്ട് കരയുമ്പോ അവന് കൊടുക്ക്. അവന്റെ അടുക്ക് കൊണ്ടുപോയപ്പോ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട, അവന് കൊടുക്ക്. അവൻ വേണ്ട അടുത്ത് മറ്റൊരുത്തൻ കരയുക, അവന് കൊടുക്ക്. അങ്ങനെ ഈ മനുഷ്യൻ ഈ പരക്കാളുകൾ എടുത്ത് കൊണ്ടുവന്ന് ആരും കുടിക്കാതെ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരവസ്ഥ. അവർക്ക് ആവശ്യമുണ്ട് മറ്റുള്ള. ഇതൊക്കെ സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. വിശ്വാസികളെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാൻ, ഈമാനിന്റെ അടയാളമാണ് ഹുബ്ബുൽ അൻസ്വാർ, അൻസ്വാരികളെ സ്നേഹിക്കുക. അതേ രൂപത്തിൽ തന്നെ ആയത്തുൽ നിഫാഖ്, കാപട്യത്തിന്റെ അടയാളമാണ് ബുഅ്ദുൽ അൻസാർ, അൻസാരികളോട് ദേഷ്യവും കോപവും ഒക്കെ വെക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി സ്വഹാബത്തിനെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചു.
സ്വഹാബത്തിനെ സ്നേഹിച്ചാൽ അല്ലാഹു അവരെ സ്നേഹിക്കും. വമൻ അബ്അലഹും അബ്അലഹുല്ലാഹ്, അവരോട് വിദ്വേഷവും കോപവും വെച്ച് പുലർത്തിയാൽ അള്ളാഹു അവനോടും കോപിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് പല ആളുകളുമൊക്കെ സ്വഹാബത്തിനെ പരിഹസിക്കുന്നത് കാണുവാൻ സാധിക്കും, അല്ലെ? പല രൂപത്തിലും ഷിയാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെ, അല്ലെ? അബൂബക്കറും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹു ഫിൽ ജന്ന, ഉമർ റളിയല്ലാഹു അൻഹു ഫിൽ ജന്ന, അല്ലെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫിൽ ജന്ന, അല്ലെ? അലി റളിയല്ലാഹു ഫിൽ ജന്ന എന്നൊക്കെ പറഞ്ഞ സ്വഹാബാക്കളുടെ പട്ടികയിലുള്ള മുൻനിരയിലുള്ള ആളുകളെ, അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും ഒക്കെ അവർ പല രൂപത്തിലുമൊക്കെ ആക്ഷേപിക്കുന്നത് കാണുവാൻ സാധിക്കും. വിശ്വാസികളെ ഒരു നിലക്കും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അതിനെക്കുറിച്ച് ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ആരും ചീത്ത പറയാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല. അത്ര ഗൗരവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ വിളിച്ചാൽ, അങ്ങനെ ശപിച്ചാൽ മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അവരുടെ മേൽ ഉണ്ടാകും. മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെയും മലക്കുകളുടെയും സർവ്വ മനുഷ്യരുടെയും ശാപം അവരുടെ മേൽ ഉണ്ടാകും. അത്ര ഗൗരവമുള്ളതാ. വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചിന്തിക്കുക. ആ സ്വഹാബാക്കൾ അവർ ദീനിന്റെ മാർഗത്തിൽ മുന്നേറിയ ആളെ. മുഹാജിരീങ്ങളിൽ നിന്നും അൻസാരികളിൽ നിന്നും ആദ്യമായി ദീനിലേക്ക് പ്രവേശിച്ചു വന്ന ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ സൽക്കർമ്മങ്ങളിൽ അവരെ അനുധാവനം ചെയ്യുന്ന പിൻപറ്റുന്ന ആളുകളും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തൽ അൻഹാർ, അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോട്ടങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹാ അബദാ, നിത്യവാസികളായിരിക്കും അവരതിൽ. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും മഹത്തായ വിജയം എന്നുള്ളത്. വിശ്വാസികളെ, ഇവിടെ ബിസിനസ് വിജയിക്കുക, ഇവിടെ മക്കളൊക്കെ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും കലക്ടറും IAS IPS കിട്ടുക, ഇവിടെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകുക, അതല്ല വിജയം. യഥാർത്ഥ വിജയം സ്വർഗ്ഗലോകം. അത് ലഭിച്ച ആളുകളാ സ്വഹാബാക്കൾ. അവരുടെ ദറജയിലേക്ക് നമുക്ക് എത്തണോ? വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹു വറളു അൻഹു, അവരെ പിന്തുടരണം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. എത്രത്തോളം സൽക്കർമ്മങ്ങളിൽ സഹാബാക്കൾ മുന്നേറിയെന്ന് കാണുവാൻ സാധിക്കും നമുക്ക്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ചോദിക്കുകയാ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നോമ്പെടുത്ത ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഖാല അബൂബക്കറിൻ അന, അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നബിയേ ഞാനുണ്ടെന്ന് പറഞ്ഞ സുഹൃതം ചെയ്ത സ്വഹാബി. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ, ഇന്ന് ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനാസയുടെ കൂടെ പോയ ആൾ ആരുണ്ട്? ഖാല അബൂബക്കറിൻ അന, അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഞാനുണ്ട്. വമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, സാധുവിന് അഗതിക്ക് ഭക്ഷണം കൊടുത്ത ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ഖാല അബൂബക്കറിൻ അന, ഞാനുണ്ട്. വമൻ ആദ മിൻകുമുൽ യൗമ മരീള, രോഗിയെ സന്ദർശിച്ച ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ഖാല അബൂബക്കറിൻ അന, അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു ഞാനുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്തമഅന ഫീ ഇംരിഹിൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന് സുഹൃതങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയാൽ സ്വർഗത്തിൽ പോകാൻ അത് മതി. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടങ്ങളിലൂടെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രവേശിക്കാൻ സാധിക്കും. ചില്ലറക്കാരല്ല സ്വഹാബത്ത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിനാൽ നാം മനസ്സിലാക്കിയതാണ്. വിശ്വാസികളെ, അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഈ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുകയും അത് അഴവറക്കുകയും ചെയ്യുക. എന്നിട്ട് വിശ്വാസികളായ നമ്മൾ അത് പിന്തുടരാൻ, നമ്മൾ പിൻപറ്റാൻ തയ്യാറാവുക. അത്രയും ഉത്തമരായ ആളുകളാ. റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുന്നാസി ഖർനീ, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്തത് സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിന്റെ അടുത്ത നൂറ്റാണ്ട്. അതിൽ റസൂലുള്ളാഹി പ്രത്യേകം എടുത്തു പറഞ്ഞു സ്വഹാബത്തിൻ്റെതാണ്. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കുക,
ആ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ നൂറ്റാണ്ടിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. സ്വഹാബത്തിന്റെ ചരിത്രം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്ത് സന്മാർഗം പ്രാപിക്കും. അങ്ങനെ ആ ഹിദായത്ത് സന്മാർഗം ലഭിക്കാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് ഹദാനാ ലിഹാദാ വമാ കുന്നാ നഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹന്നാസ് ഊസീകും വസ്സാനി ബിതഖ്വല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിന് അവരെക്കുറിച്ച് ചെറിയ വിവരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവരുടെ വിശ്വാസവും ഈമാനും നാം പിൻപറ്റുകയും സുഹൃതങ്ങളിൽ അവരോട് അവർ ചെയ്ത കാര്യങ്ങൾ മാതൃകയാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന് വിശ്വാസികളായ നമ്മളോട് അല്ലാഹു റസൂൽ പിൻപറ്റാനും ഒരു അനുധാവനം ചെയ്യാനുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ റസൂലുള്ളാഹിന്റെ സുന്നത്തും അത് നേരിട്ട് കാണുകയും കേൾക്കുകയും പ്രവാചകരിൽ നിന്ന് നേരിട്ടത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ആളുകളാണ് സ്വഹാബാക്കിറ. അതുകൊണ്ട് തന്നെ ആ സ്വഹാബത്തിനെ, അവരെയാണ് നമ്മൾ ഏതൊരു കാര്യത്തിലും മാതൃകയാക്കേണ്ടത്. അവരെയാണ് നമ്മൾ ഏത് ദീനി വിഷയങ്ങളിൽ എന്ത് അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ മാർഗം എന്താണെന്ന് നമുക്ക് പരിശോധിക്കുകയും പിൻപറ്റുകയും ഒക്കെ ചെയ്യാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കാലശേഷം ഫഇന്നഹു മൻ യഇശ് മിൻകും, ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. ഫഅലൈക്കും ബിസുന്നതി, ആ സമയം നിങ്ങൾ എന്റെ സുന്നത്തിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കുക. റസൂലുള്ള എന്ത് ചെയ്തു? റസൂൽ നിസ്കാരത്തിൽ എവിടെ കൈകെട്ടി? റസൂൽ നിസ്കാരത്തിൽ ഉറക്കെ ഫാത്തിഹ ഓതിയപ്പം ബിസ്മി ഉറക്കെ ഓതിയോ? റസൂൽ സുന്നത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയോ? ഓരോ കാര്യങ്ങളും റസൂലിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് വഫാത്ത് നടന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന്റെ അടുക്കൽ ഫാത്തിഹ യാസീൻ ഓതിയോ, അല്ലെങ്കിൽ ഫാത്തിഹ ഓതി കൂടി തോർന്നോ? അതേ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ മയ്യത്തിന്റെ ഖുർആൻ ഓതിയോ? മൂന്നാമത്തെ ദിവസം കഴിച്ചോ? 4-ാം ആണ്ട് കഴിച്ചോ? അങ്ങനെ മരിച്ചവരുടെ പേരിൽ അങ്ങനെ ഓരോന്നും മയ്യത്ത് കൊണ്ടുപോകുമ്പം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയോ? ഖബറിലേക്ക് വെച്ചിട്ട് അവർ തൽക്കീൻ ചൊല്ലി ഓരോന്നും റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുക. റസൂലുള്ളാഹിന്റെ ചര്യാണ്. പല ആളുകൾ ഇന്ന ഇമാം ഇന്നത് പറഞ്ഞു, ഇന്ന ഇമാം ഇന്നത് പറഞ്ഞു, ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഇതാണ്, ഹംബലി ഇമാമിന്റെ അഭിപ്രായം ഇതാണ്, അതുപോലെ അനഫി ഇമാമിന്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, അത് നമ്മൾ അന്വേഷിക്കുക, പഠിക്കുക. അലൈക്കും ബിസുന്നതി, ആ ഇമാമാരൊക്കെ പറഞ്ഞത് റഹ്മഹുമുള്ള, അവരൊക്കെ വലിയ പ്രഗത്ഭര. അവർ പറഞ്ഞു, ഞങ്ങളുടെ അഭിപ്രായം ഒരു ഭാഗത്തും റസൂലുള്ളാഹിന്റെ സ്വഹീഹായ ഹദീസ് നിങ്ങൾ കണ്ടാൽ ആ ഹദീസിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ഞങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എറിയണം, ഒഴിവാക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾ പിൻപറ്റണം എന്ന് അവരൊക്കെ പറഞ്ഞത്. വസുന്നത ഖുലഫാഇ റാഷിദീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീട് നിങ്ങൾ പിൻപറ്റേണ്ടത് ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയിൽ സന്മാർഗികളായ അവരുടെ ചര്യയാണ്. അല്ലു അലൈഹാ ബിൻ നവാജിദ്, നവാജിദ്, നിങ്ങൾ ഈ നവാജിദ് കൊണ്ട്, ഈ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം അതിലെ. പുതുതായ പുത്തൻ കാര്യങ്ങൾ ദീനിലുണ്ടാകും, പുത്തനായ നോമ്പുകൾ ഉണ്ടാവും, പുത്തനായ സ്വലാത്തുകൾ ഉണ്ടാവും, പുത്തനായ നമസ്കാരങ്ങൾ ഉണ്ടാകും, പുത്തനായ ദിക്റുകളും ദുആകളും പലതും ഉണ്ടാവും. ഹാ അല്ലാഹ്, ഹീ അല്ലാഹ്, ഹു അല്ലാഹ് എന്ന് പറയുന്ന പുത്തൻ ദിക്റുകൾ അല്ലേ? നാരിയ സ്വലാത്തുകൾ, താജ് സ്വലാത്തുകൾ, ആയിരുന്ന സ്വലാത്തുകൾ. അതേ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത മിറാജ് നോമ്പുകൾ അല്ലേ, അങ്ങനത്തെ ബറാത്ത് നോമ്പുകൾ, അങ്ങനെ പല നോമ്പുകളും പല ദിക്റുകളും പലതും ദീനുൽ ഇസ്ലാമിൽ പുതുതായി ഉണ്ടാകും. എല്ലാം വഴികേടിലാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തോ, സ്വഹാബാക്കൾ ചെയ്തോ എന്ന് നമ്മൾ പഠിക്കണം. വിശ്വാസികളെ, അവർ അള്ളാഹുവിന്റെ ആദർശം പിൻപറ്റി ഉറച്ചു വിശ്വസിച്ച് അതിൽ ജീവിച്ച ആളുകളാണ്.
അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അവരാരും അല്ലാഹു അല്ലാത്തവരോട് വിഷമങ്ങളിലോ പ്രയാസങ്ങളിലോ ദുആ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഇസ്തിഗാസ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പഠിക്കുക, അങ്ങനെ അവരുടെ മാർഗം പിൻപറ്റുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെതിരെ എന്റെ ഉപ്പ അങ്ങനെയാണ്, ഉപ്പാപ്പ അങ്ങനെയാണ്, അവർ അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിച്ചാൽ ഖുർആൻ പറഞ്ഞതുപോലെ അവർ പറയും, ഞങ്ങൾക്ക് മാ വജദ്നാ അലൈഹി ആബാഅന, ഞങ്ങളെ പിതാക്കന്മാരെന്താ ചെയ്ത്, അവർ മൗലൂദ് ഓതിയിട്ടുണ്ടോ, അവർ റാത്തീബ് ഓതിയിട്ടുണ്ടോ, അവർ ചെയ്തിട്ടുണ്ടോ, പിന്നെ അത് മതി. സഹാബത്ത് ചെയ്തിട്ടില്ല, അത് താബീങ്ങളിലില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരികയില്ല. അവരുടെ മാർഗം, അവരുടെ പാത പിൻപറ്റാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ, അത് കണ്ടിട്ടും അത് പിൻപറ്റാതെ പോയാൽ എന്താവും അവസ്ഥ? അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും എതിരായിക്കൊണ്ട് അവർക്ക് സത്യം മനസ്സിലായിട്ടും ഹദീസുകൾ മനസ്സിലായി ഖുർആൻ മനസ്സിലായി വ്യക്തമായിട്ടും അതിനെതിരെയാണെങ്കിൽ വിശ്വാസികളുടെ അല്ലാത്ത മാർഗം സ്വീകരിക്കുകയും സഹാബത്തിന്റെ അല്ലാത്ത പാത വഴി പിൻപറ്റുകയും ചെയ്താൽ അവൻ തിരിച്ചെടുത്തേക്ക് നമ്മൾ അവരെ തിരിച്ചുവിടും. എന്റെ ഉപ്പ അങ്ങനെയാ, എന്റെ മഹൽ അങ്ങനെയാ, എന്റെ നാട്ടുകാരങ്ങനെയാ, കൂട്ടുകാരങ്ങനെയാ, അള്ളാഹും റസൂലും സഹാബത്തും പറഞ്ഞു നോക്കിയില്ലെങ്കിൽ അങ്ങനെ അവരെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. എത്ര മോശമായ സങ്കേതമാണ് ആ നരകം, നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ആ സഹാബത്തിന്റെ പാത മാർഗം പിൻപറ്റുക. അള്ളാന്റെ ഹബീബ് പറഞ്ഞില്ലേ, ബനൂ ഇസ്രായേല് അവര് ബനി ഇസ്രായേല അവര് അല്ലെ, ബനൂ ഇസ്രായേലിന്റെ ആളുകൾ 72 കക്ഷികളായി പിരിഞ്ഞു. എന്റെ സമുദായം അത് 73 കക്ഷികളായി പിരിയുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അതിൽ കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തില്ല, മില്ലത്തൻ വാഹിദ, ഒരു മാർഗം. അവർ ചോദിച്ചു, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം, ആ മാർഗം, ആ പാത സ്വീകരിക്കുന്ന ആളുകൾ ആരാണോ അവർക്കാണ് രക്ഷ, അവരാണ് സ്വർഗത്തിൽ പോവുക. അവരുടെ സ്വഹാബത്തിന്റെ മാർഗം, ആ പാത പിൻപറ്റി അങ്ങനെ ആ മാർഗത്തിലേക്ക് എത്തി അത് കണ്ട് മനസ്സിലാക്കിയതിലൂടെ അവരുടെ കൂടെ സ്വർഗലോകത്തെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ അല്ലാഹ്. അള്ളാഹുവെ, സ്വഹാബത്തിന്റെ മാർഗം പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് ആളുകൾ ശാരീരികവും സാമ്പത്തികവും പല രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, ദീനിന്റെ പേരിൽ അഗാധമായി തടങ്കലിൽ അടക്കപ്പെട്ട ആളുകൾ, പല രൂപത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അള്ളാഹുവെ, എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണമേ അല്ലാഹ്. വിശ്വാസികളെ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് ജുമുഅക്ക് ശേഷം നമ്മുടെ മദ്രസയുടെ കലശനാണ്. നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്, അറിയുന്നവരാണ്, നിങ്ങൾ നിർവഹിക്കുന്നവരാണ്. എന്നിരുന്നാലും അതിനൊരു ഉണർത്തൽ എന്നുള്ള നിലക്ക് അതിലേക്ക് ആത്മാർത്ഥമായി അവനവൻ കഴിയുന്ന രൂപത്തിൽ ആ മദ്രസയുടെ വരുമാന മാർഗങ്ങളിൽ ഇത് കലക്ഷൻ മാത്രമാണ്. അതിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നതും നമസ്കാരം അനുഷ്ഠിക്കുന്നതും ഏത് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിന്റെ കൂലി നമ്മൾ മരിച്ചു പോയാലും നമ്മളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കി അതിലേക്ക് സ്വതക്ക ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നരകലോകം രക്ഷപ്പെടുത്തി നമ്മെ എല്ലാവരും അംബിയാന്റെ ഔലിയാന്റെ ശുദ്ധീകളുടെ ശ്രോതാക്കളുടെ കൂടെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മെ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار، توفنا مسلمين والحقنا بالصالحين، آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آله.